കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദേവേട്ടാ വാ. ചെല്ല് ചെല്ല്, അവളുടെ കൂടെ തന്നെ ചെല്ല്. വാ ദേവേട്ടാ. നീ വരണമെന്നില്ല, എനിക്ക് പോകാനറിയാം. ദേവേട്ടന് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തിട്ട് വരട്ടെ. നീ പോകുമൊന്നും വേണ്ട. കാലത്ത് ദോശ ഉണ്ടാക്കാനാന്ന് പറഞ്ഞു പോയിട്ട് കൈ പൊള്ളിച്ചതല്ലേ. ഇപ്പൊ ജ്യൂസ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞു പോയിട്ട് വിരല് മുറിക്കണ്ട. കല്യാണത്തിന് ഇനി 3 ദിവസമേ ഉള്ളൂ. അതുവരെ നീ അടുക്കള കേറാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ആ മോളെ ജാനകി, ജ്യൂസ് നീ ഉണ്ടാക്കി കൊടുക്കും മോളെ. ആയിക്കോട്ടെ എന്തുമ്മേ. എന്താന്നറിയില്ല, കാലത്താണെ മാളുവിന്റെ കൈ പൊള്ളി. ഇപ്പൊ എന്റെ ദേവനാണ് ഒരു ചെറിയ അപകടം. കല്യാണം അടുക്കും തോറും ഓരോ ദുർനിമിത്തങ്ങളാ. പേടിയാവുക. ഒന്നുമില്ലമ്മേ, ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അങ്ങനെ കാണണോ അമ്മേ? കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടക്കും. രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കും. കൊണ്ടുപോ ചേട്ടാ. ജ്യൂസ് കുടിച്ചോ ചേട്ടാ? കാപ്പി കുടിച്ചോ ചേട്ടാ? കുടിച്ചോ ചേട്ടാ? എനിക്ക് വേണ്ട. അതെന്താ? ഇന്ദുമ്മയെ തരാൻ പറഞ്ഞത് ഇന്ദു ആണെങ്കിലും നിന്റെ കൈ കൊണ്ട് തന്നെയല്ലേ തരുന്നേ. അതിനെന്താ? ഞാൻ തന്നാ കുടിക്കൂല എന്നാ? അതിന് നീ ഇത് തന്നിട്ട് വേണ്ടേ കുടിക്കാൻ? നേരത്തെ കോഫി എടുത്തോണ്ട് വന്നിട്ട് ഞാൻ അതിന് തരണം, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവല്ലേ, അവളുടെ കൈ കൊണ്ട് തന്നെ വാങ്ങി കുടിച്ചോന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയ ആളല്ലേ. പിന്നെ ഭക്ഷണം വിളമ്പി തരാൻ വരും. വിളമ്പി വെച്ചിട്ട് ഞാൻ വിളമ്പിയത് കഴിക്കണ്ട, കല്യാണം കഴിക്കാൻ പോവല്ലേ, അവൾ വിളമ്പി തരുന്നത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതും എടുത്തു മാറ്റും. സോ ഇപ്പോഴും അത് തന്നെയല്ലേ നടക്കാൻ പോകുന്നേ. നീ കൊണ്ടുവന്ന ജ്യൂസ് ഞാൻ കൈ നീട്ടി വാങ്ങാൻ നോക്കുമ്പോ ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് ഒന്നും കുടിക്കണ്ട, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോവല്ലേ, അവൾ ഉണ്ടാക്കി തരുന്നത് കുടിച്ചാൽ മതി എന്നും പറയും. നീ എന്തിനാ ഇങ്ങനെ കൊണ്ടുവരുന്നേ? എന്തിനാ ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകുന്നേ? എന്താ നിന്റെ മനസ്സിലിരിപ്പ്? ദേ നോക്ക്, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരിട്ടങ്ങ് പറഞ്ഞേക്ക്. ഇങ്ങനെ വളച്ചു കുത്തി പറയണ്ട. സോറി. സോറി. അതെന്തിനാ? കാലത്ത് ദോശയും കോഫിയൊന്നും ഉണ്ടാക്കി തരാത്തേനൊന്നുമല്ല, കാറി കേറാത്തേന്. അതിന് മാത്രമായിട്ട് എന്തിനാ ഒരു സോറി? എന്തോ മനസ്സിൽ വെച്ചോണ്ടാണല്ലോ ഇതൊക്കെ ഒപ്പിക്കുന്നേ. അതങ്ങ് തുറന്നു പറ. ഈ ജ്യൂസ് കുടിക്ക് ചേട്ടാ. നിന്റെ മനസ്സിൽ എന്താന്ന് പറയാതെ ഞാനിത് തൊടില്ല. സ്ത്രീകളെ ചതിക്കുന്ന പുരുഷന്മാരെ കണ്ടാ എനിക്ക് ദേഷ്യം വരും. എന്താ? ഏയ്, അല്ല നീ എന്തിനാ എന്നെ എങ്ങനെ നോക്കുന്നേ? നീ എന്താ ഇപ്പൊ ഉദ്ദേശിക്കുന്നേ? ഞാനെന്താ സ്ത്രീകളെ ചതിക്കാൻ നടക്കുന്ന വൃത്തികെട്ട മനുഷ്യനാണെന്ന് വിചാരിച്ചോ? എങ്കിൽ ഞാൻ ആരെ ചതിച്ചെന്നും കൂടെ പറ. വൈദേഹിയെ.
വൈദേഹിയോ? വൈദേഹി ഞാൻ ചതിച്ചെന്ന് ആരാ നിന്നോട് പറഞ്ഞേ? ഇനി വൈദേഹി ഇവളും തമ്മില് അതെ അല്ല, ഇപ്പൊ ഈ വൈദേഹി നീയും തമ്മിൽ എന്താ ബന്ധം? ഇപ്പൊ എന്റെ കാപ്പിയൊന്നും ചേട്ടന് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. മൊറപ്പെണ്ണിനെ കേട്ടാൻ സ്വപ്നം കണ്ട് നടക്കുന്ന ആളാണെന്ന് അറിഞ്ഞു. എന്തായാലും ഇപ്പൊ ഓർമ്മിപ്പിച്ചത് നന്നായി. മൊറപ്പെണ്ണിനെ കെട്ടാൻ വേണ്ടി സ്വപ്നവും കണ്ട് വെള്ളം ഇറക്കി നടക്കല്ലേ? വന്ന് കേറിയപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ, കല്യാണം കഴിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞ് മാളുവിന്റെ കാര്യത്തിൽ നീ എന്നെ ഒരുപാട് കുത്തുന്നുണ്ട്. ഒന്നുകിൽ വൈദേഹി, അല്ലെങ്കിൽ അവൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? അപ്പൊ നിനക്ക് വൈദേഹി അറിയാമോ? നീ വൈദേഹിയുടെ ആരാ ജാനകി? പറ, നീ ഞങ്ങളുടെ വൈദേഹി അറിയോ? ഞാൻ തന്നെയാ വൈദേഹി. എന്താ ഇപ്പൊ ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്, വൈദേഹിക്കോ അല്ലെങ്കിൽ വൈദേഹിക്ക് അത്രയും വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ കഴിയൂന്ന്? വൈദേഹിക്ക് ഞാൻ ആരുമല്ല. അപ്പൊ പിന്നെ ഞാൻ തന്നെയല്ലേ വൈദേഹി? ഞാൻ നിന്നോട് സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. ഞാനും സീരിയസ് ആയിട്ട് തന്നെയാ മറുപടി പറഞ്ഞു. ഒരാൾ ഒരു പെൺകുട്ടിയെ ചതിക്കുന്നുണ്ടെന്ന് മനസ്സിലായ ചോദിക്കാൻ ഏതൊരു പെൺകുട്ടിക്കും അവകാശമുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു പരിചയത്തിന്റെ ആവശ്യമൊന്നുമില്ല. കുറെ നേരമായല്ലോ നീ ഇങ്ങനെ ചതിക്കുന്ന കാര്യം പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ എങ്ങനെ ചതിച്ചു എന്നാ? ഇതിൽ കൂടുതൽ എന്താ അവളോട് ചെയ്യണ്ടേ? ഇന്ദുമ്മ എന്നോട് പറഞ്ഞു. ചേട്ടന് വൈദേഹി വലിയ ഇഷ്ടായിരുന്നല്ലോ. ഇഷ്ടപ്പെട്ട് പുറകെ നടന്ന് കല്യാണം കഴിച്ചിട്ട് 6 മാസമില്ലേ അവളെ പറ്റി യാതൊരു വിവരവും ഇല്ലാതായിട്ട്? എന്താ സംഭവിച്ചത്? ഇപ്പൊ എവിടെയുണ്ട്? എങ്ങനെ ഇരിക്കുന്നു? ഇതൊന്നും ചിന്തിക്കാതെ വേറൊരു കല്യാണത്തിന് സമ്മതിച്ചില്ലേ? ഇത് ചതിയല്ലാതെ പിന്നെ എന്താ? അവള് ജീവനോടെ ഉണ്ടോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടോ? ആ വാക്ക് മാത്രം നീ പറയരുത്. അവളുണ്ട്. അവളെന്റെ ചുറ്റുവട്ടത്ത് തന്നെ എവിടെയോ ഉണ്ട്. എന്റെ ഓരോ അനക്കവും അവൾ അറിയുന്നുണ്ട്. പക്ഷെ എന്റെ മുമ്പിലേക്ക് വരുന്നില്ലെന്ന് മാത്രം. അതൊക്കെ ചേട്ടന് അറിയാൻ പറ്റുന്നുണ്ടോ? എനിക്കറിയാൻ പറ്റും. അവൾ എന്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ എന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടും. വൈദേഹിയോട് ഇപ്പോഴും ഇത്രയേറെ സ്നേഹമുണ്ടെങ്കിൽ പിന്നെന്തിനാ അവളെ തീർത്തും മറന്നുകൊണ്ട് ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിച്ചേ? എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ? ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങളും അറിഞ്ഞ എന്തുകൊണ്ട് ഇത്രയും നാള് കല്യാണം കഴിച്ചില്ല എന്ന് നീ തന്നെ എന്നോട് ചോദിക്കും. ഈ മാളവിക ആരാന്നറിയോ നിനക്ക്? എന്റെ മുറപ്പെണ്ണ. ചെറുപ്പത്തിൽ എന്നോ അവൾക്ക് ഞാൻ താലി കെട്ടി. അവൾ എന്റെ ഭാര്യയാണെന്ന് പറയുന്നു. ഞാൻ ഒരിക്കൽ പോലും അത് അംഗീകരിച്ചിട്ടില്ല. അറിവില്ലാത്ത പ്രായത്തിലെ കുട്ടിക്കളി. അതൊരു കല്യാണമല്ല, അതിന് ഞാൻ വരെ കൽപ്പിച്ചിട്ടുമില്ല. എന്റെ ജീവിതത്തിൽ വൈദേഹിക്കല്ലാതെ മറ്റാർക്കും എന്റെ ഭാര്യയുടെ സ്ഥാനം നൽകാൻ എനിക്കാവില്ല. ആ തീരുമാനത്തിൽ എന്നും ഞാൻ ഉറച്ചു നിന്നിരുന്നു. ഒടുവിൽ എന്റെ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും ഞാൻ വഴങ്ങാൻ തയ്യാറല്ലായിരുന്നു. എന്റെ അമ്മ എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു.
അവിടെയും വൈദേഹി എന്താ ചെയ്തതെന്ന് നിനക്കറിയോ? അച്ഛന്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ കല്യാണം കഴിച്ചേ പറ്റൂന്ന് വാശി പിടിച്ചു. നിനക്കറിയോ, സ്വന്തം മോനായിരുന്നിട്ട് പോലും ഞാൻ അതിനൊരു പരിഗണന കൊടുത്തിരുന്നില്ല. പതുക്കെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാന്ന് വിചാരിച്ചിരുന്നപ്പോ വൈദേഹി എന്തിനാ ഇതിനിടയ്ക്ക് കയറി വന്നത്? എന്തു വന്നാലും നിങ്ങൾ മാളവികയെ കല്യാണം കഴിച്ചേ പറ്റൂ, അത് പറ്റില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ ഭാര്യയായിട്ട് പിന്നെ ഞാൻ കൂടെ ഉണ്ടാവില്ല, വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് ഇതിന് സമ്മതിപ്പിച്ചത്. വേറെ വഴി കാണാതെ ഞാൻ സമ്മതിച്ചപ്പോ അവള് കൃത്യം കല്യാണത്തിന്റെ അന്ന് തൊട്ട് എന്റെ കൺമുമ്പിലേക്ക് വന്നിട്ടേയില്ല. ഇന്നിപ്പോ 6 മാസം കഴിഞ്ഞു. അവളെ ഞാനൊന്ന് കണ്ടിട്ട് എവിടെയോ ഒളിഞ്ഞിരുന്നുണ്ട് അവളെന്റെ ഓരോ നീക്കവും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ എവിടെയാണെന്ന് മാത്രം എനിക്കറിയില്ല. അങ്ങനെ ഒരിക്കലും വരാത്ത ഒരാൾക്കായി എത്ര കാലം ഞാൻ കാത്തിരിക്കുക. ഞാൻ ഒറ്റപ്പെട്ടതോ പോട്ടെന്ന് വെക്കാം, എന്റെ അച്ഛനെയും അമ്മയെയും എനിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന മാളവികയെയും ഇതിന്റെ പേര് ഞാൻ ശിക്ഷിക്കുന്ന എന്തിനാ? അങ്ങനെ ഒടുവിൽ കാത്തിരുന്നിരുന്ന് മടുത്ത് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തി. ഇപ്പൊ പറ ജാനകി, ഞാൻ ചെയ്തത് തെറ്റാണോ? എന്താ മിണ്ടാത്തെ? പറയേ. ഞാൻ തെറ്റ് ചെയ്തോ? തെറ്റല്ല ജാനകി. അലയുമൊരു കാറ്റിൻ ഇതളുകളായി വിട പറയാൻ ഇന്നെന്തേ ഈ വഴിയിൽ വഴിമറയുമേതോ നിഴലിൻ വിരലുകളായി അരികിലൊരോമൽ തിരിയണയും നിമിഷമിതോ. അത് ശരി, വളരെ സന്തോഷം. അദ്ദേഹം എത്തിയതും ഞാൻ അദ്ദേഹത്തെ ആശ്രമത്തിൽ വന്ന് നേരിട്ട് കണ്ടോളാം. ശരി എന്നാ. ആരോടായിരുന്നു ദാസേട്ട? അത് ആശ്രമത്തിൽ നിന്ന് രാജഗുരുക്കളുടെ ശിഷ്യന്റെ ഫോണായിരുന്നു. ഗുരുക്കള് ഹിമാലയത്തിൽ നിന്ന് മടക്കയാത്ര തുടങ്ങിയത്രേ. ഏയ്, ശ്രദ്ധിച്ചു പിടിക്കണ്ടേ കൗസല്യ? ഞാൻ ആ ഗ്ലാസ് പിടിച്ചത് പോലുമില്ല. അപ്പോഴേക്ക് നീ വിട്ടുകളഞ്ഞു. നിങ്ങൾ പിടിച്ചു കാണുമെന്ന കരുതിയെ. ഗുരുക്കള് വന്ന മാളവികയുടെയും ദേവന്റെയും കല്യാണം അങ്ങനെയൊന്ന് തീരുമാനിച്ചു എന്നറിഞ്ഞാൽ തന്നെ വൈദേഹിയുടെ പേരല്ലേ എഴുതി കൊടുത്തത്. പിന്നെ എന്തിനത് തീരുമാനിച്ചു എന്ന് ചോദിക്കില്ലേ? മുമ്പൊരിക്കലും ഞാൻ നേരിട്ട് ചെന്ന് ഗുരുക്കളെ കണ്ട് മാളവികയുടെ കാര്യം ചോദിച്ചതായതുകൊണ്ട് ആ പേര് മാറ്റിയത് ഞാൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. കൗസല്യേ, നിനക്കെന്ത് പറ്റി കൗസല്യേ? മുഖം എന്താ വല്ലാതിരിക്കുന്നേ?
ഒന്നുമില്ല ദാസേട്ട. ഗുരുക്കള് പുറപ്പെട്ടു എന്നല്ലേ പറഞ്ഞേ? എപ്പോഴാ എത്തുക? കല്യാണത്തിന്റെ തലേദിവസം എത്തും. വധൂവരന്മാരെ അനുഗ്രഹിക്കാനായിട്ട് അദ്ദേഹം വരാതിരിക്കും തോന്നുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞു വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കായിരുന്നു. ഇതാ സമയത്ത് തന്നെയാണല്ലോ വരുന്നത്. വൈദേഹി കാരണം കല്യാണം മുടങ്ങുമെന്നുള്ള ടെൻഷൻ മാറിയതേ ഉള്ളൂ. അപ്പോഴേക്കെന്തേ രാജഗുരുക്കളുടെ രൂപത്തിലൊരു മുടക്കം. ഈശ്വര, എന്താ ഇപ്പൊ ചെയ്യണ്ടേ? ഗുരുക്കളൊന്നും അറിയരുത്. എന്താ പറ്റിയ കൗസല്യേ? നിന്റെ ചിന്ത ഇവിടെയൊന്നും അല്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല ദാസേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പാല് താഴെ വീണ് പോയില്ലേ, ഞാൻ വേറെ എടുത്തോണ്ട് വരാം. ശരിയാണ്, മാളവികയെ കല്യാണം കഴിക്കാൻ ഞാനാണ് ദേവേട്ടനെ നിർബന്ധിച്ചത്, സത്യം ചെയ്യിപ്പിച്ചത്. പക്ഷെ അപ്പ കല്യാണം നടന്നില്ലല്ലോ. 6 മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ എന്തിനാ അങ്ങനെ ഒരു തോന്നലുണ്ടായേ? ഞാൻ ഇറങ്ങിപ്പോയെന്ന് വിശ്വസിച്ചയാള് അതിന്റെ കാരണം അന്വേഷിക്കാത്തത് എന്താ? എന്തുകൊണ്ട് തിരിച്ചെത്താനായില്ലെന്നും ഈ 6 മാസത്തെ എന്റെ അവസ്ഥ എന്തായിരുന്നു എന്നും ദേവേട്ടന് അറിയോ? ഒന്നും തിരക്കാതെയും അറിയാതെയും കാണുന്നില്ലെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മറ്റൊരു കല്യാണം കഴിക്കും. ഒടുവിൽ ഞാൻ തിരിച്ചു വന്നപ്പോ ആദ്യം കണ്ട കാഴ്ച എന്തായിരുന്നു? മാളവികയൊത്ത് കാണാൻ പാടില്ലാത്ത. ഇതും ഞാൻ സഹിക്കണമെന്നാ? വലിയ ആവേശത്തോടെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും തല നിറച്ച ആവശ്യമില്ലാത്ത ചിന്തകളാ. ദേവേട്ടനുള്ള ദേഷ്യം എനിക്ക് കുറയുന്നില്ല. എന്നാലും ഇന്ന് ഞാൻ കാരണല്ലേ ദേവേട്ടന് ആക്സിഡന്റ് ഉണ്ടായത്. ആ വിഷമവും കാരണം ഒന്ന് വന്നിട്ട് കണ്ടിട്ട് പോവാന്ന് കരുതി. ശ്രീരാമ, ദേവേട്ടന്റെ അടുത്തുനിന്ന് നിന്നെ ഞാൻ എടുത്തോണ്ട് പോയതുകൊണ്ടാണോ ദേവേട്ടന് അപകടം ഉണ്ടായത്? നീ ദേവേട്ടന്റെ അടുത്ത് തന്നെ ഇരുന്നോ. ഒരു ആപത്തും ഇല്ലാണ്ട് എന്റെ ദേവേട്ടനെ കാത്തോളണേ. എനിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നെന്നും എന്നെ കാണാത്തതിൽ വിഷമമുണ്ടെന്നൊക്കെ വലിയ ആവശ്യത്തിൽ പറഞ്ഞ ആളല്ലേ. അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കൊന്നും അറിയണം. അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ.
വൈദേഹി, വൈദേഹി, നീ വന്നിരുന്നു അല്ലേ? അന്ന് ശ്രീരാമന്റെ വിഗ്രഹം എടുത്തോണ്ട് പോയത് നീയാണല്ലേ? ഇപ്പൊ തിരികെ കൊണ്ടുവച്ചത് നീയാണല്ലേ? എനിക്ക് കാണാൻ വേണ്ടി ഒരു ഫോട്ടോയും വെച്ചു അല്ലേ? നീ വന്നിട്ടുണ്ട്, ഇവിടെ എവിടെയുണ്ട്. വൈദേഹി, 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 നീ എവിടെയാ? വൈദേഹി, 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 വൈദേഹി. വിനിയ, എന്റെ വൈദേഹി വന്നടാ, എന്റെ വൈദേഹി വന്നു. നീ കണ്ടായിരുന്നോ എന്റെ വൈദേഹി? നീ കണ്ടായിരുന്നോ എന്ന്? എടാ, എന്റെ വൈദേഹി കണ്ടോന്ന്? അമ്മേ, അമ്മ വൈദേഹിയെ കണ്ടോ? വൈദേഹിയോട് വന്നില്ലേ? അമ്മ വൈദേഹിയെ കണ്ടില്ലേ? അമ്മേ, അമ്മയുടെ അടുത്തേക്ക് വന്നില്ലേ? മാളവികെ, വൈദേഹി വന്നിരുന്നു, നീ കണ്ടായിരുന്നോ? വൈദേഹി ഉറപ്പായും തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അവൾ ഇന്നിവിടെ വന്നിരുന്നു. ദേ, ഇത് കണ്ടോ? ഇതെന്റെ റൂമിൽ വെച്ചത് വൈദേഹിയാ. വൈദേഹി ഇവിടെ വന്നിട്ടുണ്ട്. വൈദേഹി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. എന്തു പറ്റി ദേവാ? അജേട്ടാ, വൈദേഹി ഇവിടെ വന്നിരുന്നു. അജേട്ടൻ കണ്ടായിരുന്നോ? ഇല്ലടാ. ഏട്ടത്തി, ഏട്ടത്തി, ഏട്ടത്തി എന്റെ വൈദേഹി കണ്ടായിരുന്നോ? ദേവേട്ട, വല്ല സ്വപ്നം കണ്ടതാണോ? ഇത് സ്വപ്നമല്ല മാളവികെ, സത്യമായിട്ടും വൈദേഹി ശരിക്കും ഇവിടെ വന്നിട്ടുണ്ട്. ഏയ് ജാനകി, നീ ഇങ്ങ് വന്നേ, പെട്ടെന്ന് വാ. നീ എന്റെ വൈദേഹി കണ്ടായിരുന്നോ? അയ്യോ, അതിന് നീ എന്റെ വൈദേഹി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ദേ, ഇതാണ് എന്റെ വൈദേഹി. കണ്ടോ, കണ്ടോ? എങ്ങനെയുണ്ട് ജാനകി എന്റെ വൈദേഹിയെ കാണാൻ? ക്യൂട്ടല്ലേ? എന്തൊരു സുന്ദരിയാണെന്ന് നോക്കിക്കേ. നിർത്ത് ദേവാ, നിർത്ത് ദേവാ, നിർത്ത് ദേവാ. വൈദേഹി വന്നത് നീ കണ്ടായിരുന്നോ? ഇനി വന്നാ തന്നെ എന്താ? മാളവിക പറഞ്ഞതുപോലെ അതൊരു സ്വപ്നമായിരിക്കും. അയ്യോ, അത് സ്വപ്നമൊന്നും അല്ലമ്മേ.